പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഇതൊക്കെ നടന്നതെന്നായിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രത്യേകിച്ച് അച്ഛനമ്മയുടെ പുറകെ നടന്ന് വിളിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ദിവസം അച്ഛൻ്റെ കൂടെ തന്നെയല്ലേ നിന്ന്. നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ ആരുടെയെങ്കിലും പുറകെ നടന്ന് വിളിക്കുമെന്ന്? എനിക്കൊട്ടും തോന്നുന്നില്ല. ഇത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അച്ഛൻ പണ്ട് ഭയങ്കര സ്വീറ്റാണെങ്കിലോ അമ്മ പോയതിന് ശേഷം ഇങ്ങനെ ആയെങ്കിലോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ കഥ ഞാൻ എവിടെയോ കേട്ട് മറന്ന പോലുണ്ട്. നീ പറഞ്ഞത് ശരിയാ. സാധാരണ സിനിമ കഥയൊക്കെ പോലുണ്ട് അല്ലേ? ഇനി നിന്റെ അങ്കിള് നിന്നെ പറ്റിച്ചാണെങ്കിലോ വല്ല സിനിമാ കഥയും പറഞ്ഞു. ഏയ്, അങ്കിൾ അങ്ങനെ പറ്റിക്കാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ. പക്ഷെ അമ്മ എന്തിനാ അച്ഛനെ ഉപേക്ഷിച്ച് പോയെന്നറിയണമെങ്കിൽ നമുക്ക് ഇനി 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യണമല്ലോ. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചില്ലേ, ബാക്കിയും നമ്മൾ കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഒരു മിനിറ്റ്, അച്ഛനിപ്പോൾ എത്ര വയസ്സായി? 29 ആണെന്ന് തോന്നുന്നു. എന്താടാ പ്രശ്നം? എന്ത് പറ്റി? അതെങ്ങനെ ശരിയാവും? അച്ഛനിപ്പോൾ 29 വയസ്സുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ ഏകദേശം 26 വയസ്സുണ്ട്. നമ്മൾക്ക് 6 വയസ്സ്. അപ്പോൾ കണക്ക് കൂട്ടുവാണെങ്കിൽ അമ്മ നമ്മളെ പ്രസവിക്കുന്ന അമ്മയ്ക്ക് 18 വയസ്സുള്ളപ്പോഴാണ്. അപ്പം അമ്മ 18-ാം വയസ്സിൽ കോളേജിൽ പഠിക്കാൻ പോയോ? ചിലപ്പോൾ പോയി കാണും, പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നീ എന്തിനാ ഇപ്പം ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്? എന്തൊക്കെയാണെങ്കിലും നിന്റെ അങ്കിള് വരുമല്ലോ 2 ദിവസം കഴിഞ്ഞിട്ട്. അന്നത്തെ നമുക്കറിയാലോ സത്യം. അത് നീ പറഞ്ഞ ശരിയാ. എന്തൊക്കെയാണെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എന്താന്ന് വെച്ചാൽ. ഇതേ സമയം മറ്റൊരിടത്ത് സാർ ആവശ്യപ്പെട്ട ഫയൽ. താൻ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ ഇച്ചിരി ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും താൻ എന്തിനാ ഇങ്ങനെ ഓടുന്ന എന്നിൽ നിന്ന്? ഞാൻ സാറിനെ അവോയ്ഡ് ഒന്നും ചെയ്യുന്നില്ല, സാറിന്റെ തോന്നൽ മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞായിരുന്നു എന്നെ സാറിന് വിളിക്കേണ്ടെന്ന്. ഇപ്പൊ പിന്നെയും സാറിന് വിളിക്കാൻ തുടങ്ങി. സാർ, ഞാൻ ഇവിടുത്തെ വേറെ സ്റ്റാഫാണ്. ഇവിടെ എല്ലാവരും സാറിനെ സാറിന് തന്നെ വിളിക്കുന്നത്. സോ ഞാനായിട്ട് പ്രത്യേകിച്ച് മാറ്റി വിളിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പേര് പറഞ്ഞ് വിളിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിൽ ഇല്ലല്ലോ. പിന്നെ ഓക്കെ, യു ക്യാൻ ലീവ്. ഐ എം സോറി സാർ. എനിക്കറിയാം സാറിന് എന്നോട് എന്താണെന്ന്. അത് സാറിൻ്റെ കണ്ണുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ച എൻ്റെ ജീവിതത്തിൽ എൻ്റെ മോൻ മാത്രം മതിയെന്ന്. അങ്ങനെ 2 ദിവസം കടന്നുപോയി. ഈ 2 ദിവസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. ജുവാന ഈ 2 ദിവസങ്ങൾ ടേയൊന്നും മൈൻഡ് പോലും ചെയ്തില്ല. അത് ശരിക്കും ടേയിൽ നല്ല സങ്കടം ഉണ്ടാക്കി. ജുവാനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, എന്നാലും അവളെ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം ഇന്നല്ലേ നിന്റെ അങ്കിള് വരുന്നത്? എൻ്റെ അങ്കിള് വന്നു ഇന്ന് രാവിലെ. നമുക്ക് വൈകുന്നേരം കാണാൻ പോവാം അങ്കിളെ. പക്ഷെ വീട്ടിലെന്ത് പറയും നമ്മള്? ഞാൻ അമ്മയടുത്ത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇന്ന് അങ്കിള് വരുന്നോണ്ട് ഞാൻ ഇന്ന് അങ്കിളെ കാണാൻ പോകുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, അമ്മ അവിടെ വന്ന് എന്നെ പിക്ക് ചെയ്തോളൂ. അതിനമ്മ നമ്മളെ ഒറ്റയ്ക്ക് വിടത്തില്ലല്ലോ. ഒറ്റയ്ക്കല്ല, ഞാൻ നിന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞാൽ സെറ്റാക്കി. എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടേ ആക്കൂ. അങ്ങനെയാണെങ്കിൽ ശരി, ഒന്ന് പെട്ടെന്ന് വൈകുന്നേരം ആയാൽ മതിയായിരുന്നല്ലേ. ജുവാന, സ്റ്റോപ്പ് ദിസ്. താൻ എന്താ ഈ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. താൻ എന്തിനാ ഇത്ര ദിവസമായിട്ട് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? താനെന്ത് തെറ്റാ തന്നോടൊന്നും ചെയ്തത്? താൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതെന്ന് തനിക്ക്. ഈ കരച്ചിലൊന്നും നിർത്തി. ഞാൻ കരയാൻ വേണ്ടി പറഞ്ഞല്ല, എൻ്റെ ഇത്രയും ദിവസത്തെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. സോറി. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇതുവരെ എനിക്ക് ആരോടും ഇങ്ങനത്തെ ഒരു ഫീലിങ്സും ഉണ്ടായിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത്. അതിപ്പോൾ ഇങ്ങനെയാവുന്നു. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. താൻ എന്തിനെ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കറിയാം തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അത് തൻ്റെ കണ്ണുകളിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറ. സാർ പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിട്. സാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ സാറിനോട് പറയാം. പക്ഷെ എനിക്കിപ്പോൾ അതിന് പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. എന്നെ ഒന്ന് മനസ്സിലാക്ക്. ശരി, താനിപ്പോൾ ഒന്നും പറയണ്ട. എനിക്ക് എപ്പോൾ പറയാൻ തോന്നുന്നു അപ്പോൾ എന്നോട് പറഞ്ഞാൽ മതി. വാ, നമുക്ക് പോവാം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ആ ശരി, ഞാൻ വഴി പറഞ്ഞുതരാം. നീ ആ ഡോക്യുമെന്റ്സ് ഉള്ള ഫയലൊക്കെ എടുത്തല്ലോ? എല്ലാം സെറ്റാണ്. ആ, ഇതാര് ജുക്കിയോ? നിന്റെ അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു നീ വരുമെന്ന്. നിന്റെ കൂട്ടുകാരുടെ കൂടെയല്ലേ വന്നത്? അവനെവിടെ പോയോ? ഇല്ല അങ്കിൾ, ഇതാണ് എൻ്റെ ഫ്രണ്ട് ടെവിൻ. ഹായ് അങ്കിൾ. ടെവിനെ കണ്ടതും ജിമ്മിന്റെ എല്ലാ കിളികളും പറഞ്ഞു. അവനൊന്ന് സ്റ്റക്കായി. ജുക്കി ഇതാരാ? ഇതെന്റെ അനിയൻ. അതോ ചേട്ടൻ? ചേട്ടൻ? അനിയൻ? ഇവനെടുന്ന് കിട്ടി? ജുക്കി, നീ ഇതെടുത്ത അങ്കിൾക്ക് കൊടുക്ക്. ഇത് നിന്റെ റിപ്പോർട്ടല്ലേ? അങ്കിളാണോ ഇത് തയ്യാറാക്കിയത്? അത് പിന്നെ ഞാൻ. ജുക്കിയും ടെവിനും ജിമ്മിനോടെല്ലാം പറഞ്ഞു. ഷുഗർ പറഞ്ഞ കഥ ഉൾപ്പെടെ എല്ലാം കേട്ടതിന് ശേഷം ജിമ്മിനൊന്ന് നിന്നു. എന്നെങ്കിലും ഒരിക്കലും ഇതെല്ലാവരും അറിയുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് അത് നിങ്ങൾ വന്ന് ചോദിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സത്യം പറഞ്ഞ് ഇതൊന്നും അല്ല നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കഥ. ഞാൻ പറയാം. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തൊക്കെയാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അങ്ങനെ ജിമ്മിൽ പാസ്റ്റ് നടന്ന എല്ലാ കാര്യങ്ങളും അവർ രണ്ടുപേരോടും പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും ഒരു ഷോക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അച്ഛനും അമ്മയും പരസ്പരം ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലേ?
അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുടുംബമായിട്ട് ഒരിക്കലും താമസിക്കാൻ കഴിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാനെന്ത് പറയാനാടാ? നിന്റെ അച്ഛനാണെങ്കിൽ 2 പിള്ളേരുള്ള കാര്യം പോലും അറിയത്തില്ല. ഒരാളെന്നാ പറഞ്ഞിരിക്കുന്നത് നിന്റെ അമ്മയുടെ വാശിപ്പുറത്ത് ഇതൊക്കെ ചെയ്തത്. ഇനി പറ്റില്ല നിങ്ങൾ രണ്ടുപേർക്കും ഒരു കുടുംബമായിട്ട് താമസിക്കാൻ. നിന്റെ അച്ഛനോട് ഈ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മയുടെ എൻ്റെ എതിരെ എന്ത് കേസ് വേണമെങ്കിലും അങ്ങേർക്ക് എടുക്കും. അപ്പൊ അച്ഛനും അമ്മേനെ എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പം ഞാനെന്ത് പറയാനാടാ? അപ്പൊ പിന്നെ ശുഗാങ്കൾ എന്തിനാ എന്നോട് അങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞു പറ്റിച്ചത്? അത് അങ്ങേർക്ക് മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല. എന്നാ ഞാൻ അങ്കിളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്കിൾ ഈ കാര്യം വല്ല അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലോ? പറയത്തില്ല, എന്നാലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? ഞാൻ ഇപ്പൊ തന്നെ വിളിക്കും അങ്കിളെ. ഹലോ അങ്കിൾ. അങ്കിൾ എന്തിനാ എന്നോട് കാണാൻ പറഞ്ഞേ? അത് പിന്നീടാ അങ്കിൾ ഒന്നും പറയണ്ട. ഞാൻ അങ്കിളെ ഒരുപാട് വിശ്വസിച്ചു. അങ്കിൾ എന്നെ ചതിക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്നോട് അവൻ പറഞ്ഞ് എന്തോ സംശയമുണ്ട്, എന്നിട്ട് ഞാൻ അങ്കിളെ വിശ്വസിച്ചു. അങ്കിൾ എന്നെ ചതിച്ചു. നീ ചതിച്ചെന്നൊന്നും പറയാതെ നീ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഷോക്കിൽ ഞാൻ അറിയാതെ പറഞ്ഞു രസം. ഞാൻ അപ്പം തന്നെ വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ആ സമയത്ത് എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് വന്നു, അതുകൊണ്ട് ഞാൻ വരാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് ഞാൻ വരാൻ നിൽക്കുക. നാളെ രാവിലെ വന്ന് നിന്നോട് എല്ലാം കാര്യം പറയാൻ നിൽക്കുമായിരുന്നടാ. ദേവീത്, ഞാൻ നിന്നെ പറ്റിച്ചെന്നൊന്നും പറയാതെടാ. ഞാൻ നിന്നെ സ്വന്തം മോനെ പോലെയല്ലേ കാണുന്നത്. അപ്പം അങ്ങനെയൊന്നും പറയില്ല. എനിക്കെന്ത് സങ്കടം. ഞാൻ എന്തൊക്കെയാണെങ്കിലും നാളെ രാവിലെ വരും. പിന്നെ അവൻ്റെ അങ്കിൾ എന്താ നിന്നോട് പറഞ്ഞത്? അങ്കിൾ എന്തൊക്കെയാണെങ്കിലും നാളെ വരത്തില്ല. അപ്പൊ ഞാൻ പറയാം അങ്കിൾ എന്താ പറഞ്ഞതെന്ന്. അപ്പൊ ശരി, ഞാൻ വെക്കുക. നാളെ കാണാം. അമ്മ വരാൻ നേരമായി. അപ്പൊ ഞാൻ ഇറങ്ങുക. ശരി, നാളെ കാണാം അങ്കിൾ. അപ്പം നീ ടെവിൻ്റെ വീട്ടിൽ പോവാണ്? അത് ടെവിന്റെ മാത്രമല്ല, എന്റെയും കൂടെ വീടാ. അവിടെ ഞാൻ പോകുന്നത്. ഐ ആം സോറി. എന്തിനാ നിങ്ങൾ സോറി പറയുന്നത്? ഞാൻ കാരണവും കൂടിയാണല്ലോ നിങ്ങളെല്ലാവരും ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നത്. പിന്നെ അച്ഛനമ്മ ഒന്നിക്കാത്തതിൻ്റെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് നാളെ ഇവൻ്റെ അങ്കിള് വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് നോക്കാം. അപ്പം ശരി അങ്കിളെ, ഞാൻ ഇറങ്ങുക. ഒരുപാട് ലേറ്റായി. അമ്മ വരുന്നതിന് മുന്നേ പോകണം. ഇതും പറഞ്ഞ് ജുക്കി അവിടെ നിന്ന് പോയി. ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ജുവാന ടെവിനെ വിളിക്കാം. നീ എന്നെ കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണോ? ഞാൻ ലേറ്റായി പോയി, ഇച്ചിരി സോറി. എന്നാ വാ, നമുക്ക് ഇറങ്ങാം. ചേട്ടാ ഞാൻ പോട്ടെ. ചേട്ടാ നീ എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത്? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ശരി, ഇരിക്കും. എത്ര ദിവസം നമ്മൾ കണ്ടിട്ട്. എനിക്ക് ചേട്ടനോട് സംസാരിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പൊട്ടും സമയമില്ല. എനിക്ക് ഒരുപാട് വർക്കുണ്ട്. നാളത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയമില്ല. എന്നാ ശരി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. വാ, നമുക്ക് പോവാം. അതും പറഞ്ഞവർ അവരുടെ വീട്ടിലോട്ട് പോയി. ജുവാനയോട് എൻ്റെ ക്യാബിനിലോട്ട് വരാൻ പറ. സാറ് വിളിച്ചായിരുന്നോ? ആ, ഞാൻ വിളിച്ചായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. താൻ ഇവിടെ ഇരിക്കും, ഞാൻ പറയാം. എന്ത് പറ്റി സാർ? നമുക്കൊന്ന് പുറത്തു പോവാം. ഇവിടെ വെച്ച് പറഞ്ഞ് ശരിയാക്കരുത്. ആ, ഓക്കെ. താൻ ഇരിക്കും. സാർ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്താ സാറിന് പറയാനുള്ളത്? എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല. എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാനത് അപ്പം തന്നെ തുറന്നു പറയും. അതെൻ്റെ ഒരു ദുശീലം തന്നെയാണ്. എന്നാലും ഞാൻ പറയാം, എനിക്ക് തന്നെ ഇഷ്ടം. കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇഷ്ടം. താൻ ദേഷ്യപ്പെടണ്ട. ഞാൻ പറയുന്ന മൊത്തം കേട്ടതിന് ശേഷം താനൊരു ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം താൻ ശ്രദ്ധിച്ച് കേൾക്കണം. അതിനുശേഷം തനിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. അത് തൻ്റെ ഇഷ്ടം. അമ്മയടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണം. നമ്മ എന്താണെന്നൊന്നും മനസ്സിലാക്കാത്ത. നിനക്കിപ്പോ എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? എന്തൊക്കെയാണെങ്കിലും നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കണം. അത് ഇപ്പൊ തന്നെ അങ്ങനെയല്ലേ നല്ലത്? എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. ഞാൻ സമ്മതിക്കത്തില്ലേ കല്യാണത്തിന്. ഞങ്ങൾ രണ്ടുപേരും ഇനി എത്ര കാലം ഒന്ന് വെച്ചിട്ടാ? കണ്ണടയ്ക്കുന്നതിന് മുന്നേ എന്റെ പേരക്കുട്ടികളേക്ക് ഒന്ന് കളിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിനുപോലും നീ സമ്മതിക്കില്ലല്ലോ. അമ്മയടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ പോവാ. എന്താടാ നിന്റെ മുഖം കടന്നല് കുത്തിയതോടെ ഇരിക്കുന്നത്? സെയിം കാര്യം തന്നെ. അമ്മയ്ക്ക് എൻ്റെ കല്യാണം ഇപ്പം തന്നെ കാണാം. അമ്മയ്ക്ക് വേറെ കുട്ടികളെ കളിപ്പിച്ചിട്ടേ കണ്ണടയ്ക്കാൻ പറ്റത്തുള്ളൂ. നിന്റെ അമ്മ പറഞ്ഞ കറക്റ്റ് അല്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ പേരക്കുട്ടികളേക്ക് ഒന്ന് കളിപ്പിക്കാൻ? ഒക്കെയാണെങ്കിലും നീ ഒരിക്കലും കല്യാണം കഴിക്കാതെ ഇപ്പൊ തന്നെ ആവുന്നല്ലേടാ നല്ലത്. നീ ഇപ്പൊ അമ്മ പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാൻ എന്തൊക്കെയാലും പോകും. എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചു. അത് തന്നെയാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ച് ജീവിതകാലം മൊത്തം സങ്കടപ്പെടുന്നതിൻ്റെ വരും. ഇന്ന് തന്നെ ഡോക്ടറെ പോയി കാണും. മേ കമിൻ ഡോക്ടർ? യെസ് കമിൻ. ആ, ഇതാ ജയോ, വാ ഇരിക്ക്. തൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ നോക്കി, എല്ലാം ശരിയാണ്. സറോഗസിക്ക് വേണ്ടി കുട്ടിയും റെഡിയാണ്. നമുക്ക് പ്രൊസീജിയർ 1 മാസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും. ശരി, പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാക്കണം. ഡെവിൻ, ആരുടെ ഈ കുഞ്ഞ്? ഇത് എൻ്റെ കുഞ്ഞ്, എൻ്റെ സ്വന്തം ചോര. ഞാൻ സറോഗസി വഴി ചെയ്തത്. എന്തിനാ നീ അങ്ങനെയൊക്കെ ചെയ്തേ? അമ്മയല്ലേ പറഞ്ഞ പേരക്കുട്ടികളെ കളിപ്പിക്കണമെന്ന്? ഞാൻ നീ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അതിനെന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്തു? കല്യാണം കഴിക്കുന്നതിന് നല്ല ഇതാണെന്ന് തോന്നി. ഇനിയൊന്നും പറയണ്ട. അമ്മയോനെ പിടിച്ചോ. ഇനി എന്തൊക്കെയാണെങ്കിലും അമ്മ എന്നോട് കല്യാണം കഴിക്കേണ്ട കാര്യം പറഞ്ഞു പറ. അവനെ ഞാൻ ഈ ലോകത്തോട്ട് കൊണ്ടുവന്ന എൻ്റെ പാരൻസിന് വേണ്ടിയാണെങ്കിലും എന്നാൽ ഇപ്പം എൻ്റെ ഈ ലോകത്തിൽ അവൻ മാത്രമേ ഉള്ളൂ. അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കെന്ത്, എന്നെപ്പോലും.
ഞാനിതെല്ലാം തന്നോട് പറയാൻ കാരണം എനിക്ക് തോന്നി താൻ ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന്. നമുക്ക് പോവാം, തനിക്കൊന്നും പറയാനില്ലെങ്കിൽ. ഞാനും ഒരു സറോഗേറ്റ് മദറാണ്. അവൾ അങ്ങനെ അവളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ടീയോട് പറഞ്ഞു. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റാണെന്ന്, പക്ഷേ എനിക്ക് എൻ്റെ മോളുടെ അകത്ത് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ തീരുമാനം എടുത്തത്. ആരോടാണെങ്കിലും ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ താൻ കരയുവാണോ? എടോ കരയാതോടോ. എനിക്ക് തൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും. ഞാനൊരു അച്ഛനാ. എൻ്റെ മോനെ എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. തൻ്റെ അവസ്ഥ എന്നോട് നല്ലോണം ആർക്കും മനസ്സിലാവില്ല. ഞാനുണ്ട് തൻ്റെ കൂടെ. താൻ കരയാതെ സ്ട്രോങ് ആയിട്ടേക്ക്. വാ, ലേറ്റ് ആവുന്നു, നമുക്ക് പോവാം. ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്തോ ഒരു ഭാരം ഇറങ്ങി. ഇതാരെ ഈ രാവിലെ ബെല്ലടിച്ച് ശല്യപ്പെടുത്തുന്നത്? ഹായ്, ഗുഡ് മോർണിംഗ്. നീയോ? നീ എന്ത് രാവിലെ വന്ന്? നീ ഇപ്പൊ നാട്ടിൽ വന്നു? ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് തന്നെ ഞാൻ വന്നു. എവിടെ ചുക്കി? അവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഐ മീൻ എവിടെ ടെവി? അവൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? എടാ, രാവിലെ 5 മണിയേ ആയിട്ടുള്ളൂ. അവൻ ഇത്ര നേരത്തെ ഒന്നും എഴുന്നേക്കത്തില്ല. നീ അകത്തോട്ട് വാ. എന്തെങ്കിലും വിശേഷമുണ്ടോ? എന്ത് പറ്റി പെട്ടെന്നൊരു സർപ്രൈസ് വിസിറ്റ്? ഒന്നും പറഞ്ഞ പോലും ഇല്ലല്ലോ. 1-2 വർഷമായില്ലേ നാട്ടിൽ വന്നിട്ട്. അപ്പൊ എല്ലാരെയും കാണാന്ന് വിചാരിച്ചു, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാ നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാനൊന്ന് റെഡി ആവട്ടെ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ദേ വന്നുള്ള ആള്. സർപ്രൈസോ? ഇതാരാ? ഗുഡ് മോർണിംഗ് ടെവിൻ. നീ ആകെ വളർന്നു പോയല്ലോടാ. നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നു? ആദ്യമായിട്ട് കാണുന്ന പോലെ.